ഇയാളാണ് ചെയ്തത്. ബ്ലഡി സൺ ഓഫ് എ ബിച്ച്. മൈൻഡ് യുവർ വേർഡ്സ്. ഇയാളാണ് എന്റെ കാർ അടിച്ച് തീർത്തത്. ആണെന്ന് വെച്ചോ, പക്ഷെ തെളിവുണ്ടോ? നിങ്ങൾ കാർ എടുക്കണമെന്ന് ഞാൻ കണ്ടതാ. ഈ പറയുന്ന കാറ് ആരുടെ? റഞ്ചിയുടെ. അപ്പൊ ഇയാളാണ് വാദിയും സാക്ഷിയും. വാദി സാക്ഷിക്കാരായ തനിക്കെന്താ? കാര്യമുണ്ട്. അതിനുമ്പ് വേറൊരു കാര്യം. മോൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറയണം, രാമേന്ദ്രൻ സാർ പറഞ്ഞു ഇത് കോളേജാണ്, പുറത്ത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ മോൻ സാറിന്റെ സ്റ്റുഡന്റും സാർ മോന്റെ അധ്യാപകനുമാണ്. മോൻ ഇനി മുതൽ ഒരുമാതിരി മര്യാദയില്ലാതെ സംസാരിച്ചാൽ മോന്റെ പല്ലടിച്ച് താഴിടുമെന്ന്. അല്ല, ഈ വാദിയും സാക്ഷി ഒരാളായാൽ നിയമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും വിലയുണ്ടോ ഇൻസ്പെക്ടർ? പിന്നെ താൻ പറയുന്ന കേട്ട് ഇദ്ദേഹം വേണേ കേസ് ചാർജ് ചെയ്യും, സംശയത്തിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷെ കോടതിയിൽ നിന്ന് തെളിവില്ലെന്ന കാരണം പറഞ്ഞ് പുല്ലുപോലെ ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. ഇൻസ്പെക്ടറുടെ പേരിലല്ല, തന്റെ പേരിൽ. അതിന് സാക്ഷി ഇൻസ്പെക്ടർ ആയിരിക്കും. കൃത്യമായി തെളിവുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇൻസ്പെക്ടർ തന്നെ വരേണ്ടി വരും. ശരിയല്ലേ ഇൻസ്പെക്ടർ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. യു കാം ഡൗൺ, നമുക്ക് അന്വേഷിക്കാം. ഡാഡി ഇങ്ങോട്ട് വന്നോട്ടെ, തന്നെ ഞാൻ കമ്പി എണീച്ച് കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ നമുക്കെണ്ണാം. ഇതുപോലെ ചിലരൊക്കെ വലിയ മറ്റവന്മാരുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജ് വിലസുന്നുണ്ട്. മയക്കുമരുന്നും ഹോക്കി സ്റ്റിക്കും സൈക്കിൾ ചെയിനും ഒക്കെ ആയിട്ട്. അവർക്കെതിരെ എനിക്കൊരു കേസ് ചാർജ് ചെയ്യണം. സാക്ഷ്യമായിട്ട് സ്റ്റേഷനിൽ വരാം.